ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല. പിന്നെ ബാബാസും ജേജുട്ടനും പുറത്ത് പോയിരിക്കുകയാണ്. അവളുടെ കാറിൻ്റെ ഇഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ഓയിൽ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കാരണം ഞങ്ങളിവിടെ സർവീസ് സെൻറ്ററിലേക്ക് വിളിച്ചപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാനില്ല. അപ്പോൾ അവൾ പറഞ്ഞു കുറേ കാലമായില്ലേ കാർ എടുക്കാണ്ട് വെച്ചിട്ട്, 2 വർഷങ്ങളായി അത് ഡ്രൈവ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു മമ്മി ഇനി ഒരു കംപ്ലൈൻറ്റ് വരണ്ട, ഞങ്ങൾ തന്നെ പോയിട്ട് ജേജ പറഞ്ഞു ഞാൻ മാറ്റി കൊടുത്തോളാം മമ്മി, സാധനം മേടിച്ചിട്ട് ഓയിൽ മേടിച്ചിട്ട് ഞാൻ ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് രണ്ടാളുടെ ഓയിൽ മേടിക്കാൻ പോയേക്കാണ്. ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങിന് പോകണമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ എൻ്റെ കാറിൻ്റെ ടേൺ ലൈറ്റ് പോയി, ടേൺ സിഗ്നലില്ലേ, ആ ബൾബ് അടിച്ചു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജേജുട്ടും പറഞ്ഞ് അത് അവൻ തന്നെ മാറ്റിത്തരാം, ഇനി വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും മമ്മി, അപ്പോൾ ഞാൻ തന്നെ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അതുകൂടെ മേടിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടാളൂടെ പോയേക്കാണ്. അപ്പോൾ എൻ്റെ മക്കളെയും കൊണ്ട് അൽഹംദുലില്ലാ അവൾ ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്തതോടുകൂടെ അൽഹംദുലില്ലാ എൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പോരാ, ഒരുപാട് ഹെൽപ്പ് ഉണ്ട് എനിക്ക്. എന്ത് കാര്യത്തിന് ഇപ്പോൾ അവൾ ഓടിക്കോളൂ, എന്ത് പറഞ്ഞാലും അവൾ പെട്ടെന്ന് പോയി അത് ചെയ്ത് തന്നോളും. അങ്ങനെ ഒരു ഗുണമുണ്ട് അൽഹംദുലില്ലാ. പിന്നെ എല്ലാവരും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കുറച്ച് നേരം ഫ്രീ ആണെന്ന് വെച്ചാൽ വീട്ടിൽ ജോലി ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, അപ്പം ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. അന്നേരം ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ കഥ, ലൈഫ് സ്റ്റോറി തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ജോൺ എന്നായിരുന്ന പേര് ഇസ്ലാമായി സലാം എന്നുള്ള പേര് സ്വീകരിച്ചു. ആ കഥ ഞാൻ പറയാം. ഞാൻ ഇവിടുന്ന് കുവൈറ്റിൽ നിന്ന് കണ്ടേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്ന് കണ്ടുമുട്ടി എന്താ പറയാ, അള്ളാ വിധിക്കുന്നതായിരിക്കും എല്ലാം, വിധിക്കുന്നതായില്ല അള്ളാൻ്റെ വിധിയാണ്. അപ്പോൾ ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് കണ്ടുമുട്ടി, കേരളത്തിൽ നിന്ന് കല്യാണം നടന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ തെസ്നിയുടെ ചാനലിൽ പറഞ്ഞു നിർത്തിയത് കുവൈറ്റിലേക്ക് തിരിച്ചു പോയത് മുതലാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പുള്ളിക്ക് കാല് പൊട്ടി, കൈ പൊട്ടി, അങ്ങനെ കാലിൻ്റെ മുട്ട് പൊട്ടി, ഞെരിയാണി പൊട്ടി. പുള്ളിക്ക് കുറേ കാലം ജോലിക്ക് പോകാൻ പറ്റിയില്ല, കേരളത്തിലേക്ക് വന്നെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പുള്ളി ജോലിക്ക് കയറി എന്നെയും ബാബാസിനെയും കൂടെ ഒരു 3-4 മാസത്തേക്ക് കുവൈറ്റിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് 3-4 മാസം നിന്നപ്പോഴത്തേക്കും എന്തോ പ്രശ്നങ്ങൾ വന്ന് പുള്ളിക്ക് വീണ്ടും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഹൗസ് പേയ്മെൻറ്റ് പുള്ളിയുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കും, ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന്. അപ്പം നമ്മൾ അതിനിടയ്ക്ക് 5-ാം മൈലിലൊരു നല്ല വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയായിട്ട് മേടിച്ച, ഞാനല്ല. അത് ഞങ്ങൾ 5-ാം മൈലിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങൾ 5-ാം മൈലിലേക്ക് തിരിച്ചു പോയ സമയത്ത് പുള്ളി അമേരിക്കയിലേക്ക് വന്നു. OCI കാർഡിന് വേണ്ടിയിട്ട് പുള്ളി അമേരിക്കയിലേക്ക് വന്നു. എന്നെ മോളെയും കൂടെ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് കയറ്റി വിട്ട് പുള്ളി ഒരു 45 ദിവസത്തേക്കാണ് വന്നത്. കാരണം OCI കാർഡ് കിട്ടാൻ വേണ്ടി 45 ദിവസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ OCI അപ്പം പെട്ടെന്ന് കിട്ടി, പുള്ളിക്ക് 20 ദിവസം കൊണ്ട് കിട്ടി. പുള്ളിയുടെ പേപ്പർ വർക്കൊക്കെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്ക് 45 ദിവസം എന്ന് പറഞ്ഞ സംഭവം 20 ദിവസം കൊണ്ട് കിട്ടി. പുള്ളി ഒരു 10-25 ദിവസം ആകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്ന് പിന്നെ ഞങ്ങൾ 5-ാം മൈലിൽ വീട്ടിൽ താമസം തുടങ്ങി. അപ്പോഴത്തേക്ക് 5-ാം മൈലുകാരൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ അങ്കിളിൻ്റെ ഫാനായി കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ 5-ാം മൈലിലേക്ക് താമസം മാറ്റിയപ്പോൾ അങ്കിളിനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ, അത്രയ്ക്കും നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ 5-ാം മൈലിൽ താമസം മാറ്റി. ആ സമയത്താണ് ജേജ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5 വർഷം കേരളത്തിൽ നിന്നു കേട്ടോ. പുള്ളിക്ക് പറ്റണമെന്നുണ്ടായില്ല, അവിടുത്തെ ഭക്ഷണവും കാലാവസ്ഥയൊന്നും ആദ്യമൊന്നും പറ്റണുണ്ടായില്ല. പക്ഷെ എനിക്കും മോക്കും വേണ്ടിയിട്ട് പുള്ളി അവിടെ പിടിച്ചു നിന്നു 5-ാം മൈലിൽ. അങ്ങനെ ജേജ ജനിച്ചു കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല,
മക്കളുടെ ഭാവി നമുക്ക് നോക്കണം. ഞാൻ വിസയ്ക്ക് എൻ്റെ വിസയ്ക്ക് പുള്ളി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളി അമേരിക്കയിൽ വന്ന സമയത്ത് എൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് താമസം പിടിക്കുമെന്ന് അപ്പം തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ പുള്ളി ജജയും കൂടെ ജനിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇനി താമസിപ്പിച്ചാൽ ശരിയാവില്ല, വക്കീലിനെ വിളിച്ച് സംസാരിക്കണം. അപ്പോൾ പുള്ളി വക്കീലിനെ വിളിച്ചു സംസാരിച്ചു, എത്രയും പെട്ടെന്ന് വിസയൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറേ പൈസ. എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. ഈ അമേരിക്കയ്ക്ക് വരണ കാര്യം ഞാൻ തസ്നീനെ മനഃപൂർവ്വം കൊണ്ടുവരാത്തോണ്ടാണ്, അല്ല കേട്ടോ, ഒരിക്കലും അല്ല. അമേരിക്കയിൽ വരുന്ന കാര്യം ഭയങ്കര റിസ്ക്കാണ്. ഞാൻ പുള്ളിയുടെ ഭാര്യയായിട്ട് തന്നെ പുള്ളി 50 ലക്ഷം രൂപ അക്കൗണ്ടിൽ കെട്ടി വെച്ചിട്ടാണ് എൻ്റെ വിസ ശരിയായത്. അപ്പോൾ നമ്മുടെ അത്രയും പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. പുള്ളിക്ക് ഒരുപാട് പൈസ അമേരിക്കയിൽ നിന്ന് കിട്ടാനുണ്ടായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായി പുള്ളിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു. പുള്ളി കുവൈറ്റിന് പോകുന്നതിന് മുമ്പ് പുള്ളിക്ക് അമേരിക്കയിൽ പുള്ളിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു. അത് മാത്രമല്ല പുള്ളി അത് വേറെ പുള്ളിയുടെ പാർട്ണറെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. പാർട്ണർ എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. ഞാനവിടെ പറയണില്ല, കാരണം എനിക്ക് അവരെക്കുറിച്ച് എന്താ പറയുക, ഒരു മോശം അഭിപ്രായം, മോശം എന്നല്ല, അവർ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് പറയാൻ ഇത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഞാൻ പറയണില്ല. പുള്ളിയുടെ ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ പുള്ളി അവരെ ഏൽപ്പിച്ചിട്ട് കുവൈറ്റിലേക്ക് പോയി 5 ഇയേഴ്സ് കുവൈറ്റിൽ നിന്നല്ലോ. ആ സമയത്ത് ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് കേരളത്തിലേക്ക് പോയ സമയത്ത് പുള്ളിയുടെ ജോലി പോയി. പിന്നെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് 50 ലക്ഷം രൂപ കെട്ടി വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല. ഞങ്ങൾക്ക് എന്തായാലും അമേരിക്കയിലേക്ക് വന്നേ പറ്റുള്ളൂ. പുള്ളിയുടെ ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, അത് മാത്രമല്ല ഇന്ത്യയിലത്തെ മരുന്നുകളൊന്നും പുള്ളിക്ക് പിടിക്കണില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ഈ ഷുഗർ, പ്രഷർ, എല്ലാ ഇതും ശരീരത്തെ എല്ലാ ഇതും ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ മരുന്നും പുള്ളിക്ക് അത്ര പിടിക്കണില്ല. പിന്നെ ഭക്ഷണവും പറ്റണില്ല. അങ്ങനെ ആയി പുള്ളി പറഞ്ഞു എന്തായാലും നമുക്ക് പോകാമെന്ന്. വക്കീലിനെ വിളിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു 50 ലക്ഷം രൂപ കെട്ടി വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് അവരുടെ ഇയാളെ വിളിച്ചപ്പോൾ പുള്ളി ഒരു ലേഡി ആയിരുന്നു കേട്ടോ, വേണ്ടപ്പെട്ട ലേഡി, അത്രയും വേണ്ടപ്പെട്ട ലേഡിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നിന്റെ പേരിൽ ഒരു 85 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ആ പൈസയും കൊണ്ടെന്ന് പറഞ്ഞു നിന്റെ. അപ്പം പുള്ളി വിശ്വസിച്ചു കേട്ടോ. പുള്ളി വിശ്വസിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ ഇല്ല തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിയോട് എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ 5-ാം മൈലത്തെ വീട് നമുക്ക് വിൽക്കാം. 5-ാം മൈലത്തെ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു 40 ലക്ഷം രൂപ എന്തായാലും കിട്ടും. അപ്പോൾ 5-ാം മൈലത്തെ വീട് അങ്ങനെ ഞങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു. അതിനിടയ്ക്ക് വിസയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പൈസ അടച്ചാൽ മാത്രം മതി. വക്കീൽ നല്ല വക്കീലായതുകൊണ്ട് തന്നെ പുള്ളിക്കരുത്തി പരമാവധി സ്പീഡാക്കി എല്ലാം ചെയ്തു. പൈസയും കൂടെ അടച്ചു കഴിഞ്ഞാൽ എൻ്റെ വിസ ഓക്കെ ആവും. അപ്പോഴത്തേക്ക് ജയജൂട്ടിന് 2 വയസ്സൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ, ഈ വിസയുടെ ഈ കാലാവധിയുടെ ഇതിൽ. അങ്ങനെ സ്ഥലം 5-ാം മൈലിലുള്ള ഒരാൾക്ക് വിറ്റു. 36 ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം വിൽക്കുന്നത് ഞങ്ങൾ. 36 ലക്ഷം രൂപ വിറ്റാൽ ബാക്കി 14 ലക്ഷം വീണ്ടും വേണം. പക്ഷെ കുറച്ച് പൈസ ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, ബാക്കി ഇവിടുന്ന് മോമി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടുത്തെ മോമി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പൈസ തരുമെന്ന് പറഞ്ഞു. ഇയാൾ അഡ്വാൻസ് 10 ലക്ഷം രൂപ തന്നു. 10 ലക്ഷം രൂപ തന്ന് 6 മാസത്തെ അവധിയും വെച്ചു. നമ്മളൊക്കെ അറിയുന്നവരൊക്കെയാണ് സ്ഥലം എടുത്തത്. അങ്ങനെ 10 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. സ്ഥലം എഴുതേണ്ട ടൈം ആയപ്പോൾ ഇയാൾ എന്ത് ചെയ്താൽ സ്ഥലം എഴുതി മേടിക്കില്ല. ഞങ്ങൾ നടന്ന് ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇയാൾ പറയണ പൈസ എടുത്തത് കൂടിപ്പോയി, നിങ്ങൾ പൈസ കുറച്ച് തരണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ഇതാക്കണം. ബ്രോക്കർമാരും എല്ലാം കൂടെ ഇട്ട് കളിപ്പിക്കൽ. അങ്ങനെ ഫൈനലി ഞങ്ങൾ പൈസ ഒന്നും കുറച്ച് കൊടുക്കാൻ നിന്നില്ല. കാരണം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്രയും ഒരു 40 ലക്ഷം ഏത് കണ്ണുമൊട്ട വരെ അന്ന് എടുക്കുക ആ സ്ഥലത്തിന് വീണ്. എന്നിട്ട് നമ്മൾ അത്രയും അന്നത്തെ അത്യാവശ്യം കൊണ്ട് തന്നെ 36 ലക്ഷത്തിനാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളിട്ട് ഒരുപാട് ചുറ്റിച്ചു.
ഫൈനലി ബ്രോക്കർക്ക് ഞങ്ങൾ പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് അയാൾ പൈസ കൊടുക്കണ്ട, ബ്രോക്കറിൻ്റെ പൈസ ഞങ്ങൾ കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ആ സ്ഥലം അൽഹംദുലില്ലാ അത് എഴുതി കൊടുത്തു. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. നമ്മൾ ഈ പൈസ ഇത് അടച്ചു. നമ്മൾ ഈ പൈസ അടച്ച പിന്നെ ഞങ്ങൾ മാനന്തവാടിയിലേക്ക് ഒരു വാടക വീടെടുത്ത് മാറി കുറച്ച് നാൾ അവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ വിസ ശരിയായി. ഞാനും മക്കളും കൂടെ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 85 ഏക്കറും ഒരു വീട് ഞങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് സ്ഥലവും മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ പേരിലോ പുള്ളിയുടെ പേരിലോ അല്ലായിരുന്നു. അത് ഞങ്ങളുടെ പെങ്ങളുടെ പേരിലേക്കായിരുന്നു മേടിച്ചത്. പെങ്ങളുടെ പേരിലേക്ക് മേടിക്കാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഒരു തീരുമാനം എടുത്തു. എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞാൻ വെറും ചെറുപ്പാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ ഇവിടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ, അമേരിക്കക്കാരങ്ങനെയാണ്. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ടാവും, എങ്ങനെയെങ്കിലൊക്കെയാണ്. അപ്പോൾ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തൊക്കെ അയാൾ തട്ടിയെടുത്തിട്ട് അത് പോകുമെന്നും പറഞ്ഞിട്ടാണ് പെങ്ങളുടെ പേരിൽ വീട് സ്ഥലം മേടിച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പെങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ ഇപ്പോൾ വാടകയ്ക്ക് വീടൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൽ താമസം ആരംഭിച്ചു. ആ വീട് സ്ഥലമൊക്കെ ഞാൻ ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഞങ്ങൾ വന്ന സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടാണ്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അന്നേരം ഞങ്ങൾ അവിടെ പെങ്ങളുടെ വീട്ടിൽ താമസിച്ചു. ഒരു മാസം $1000 വെച്ച് ഞങ്ങൾ പുള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളി അങ്ങനെ പെങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് $1000 വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് ഒരുപാട് പശുക്കളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 85 ഏക്കറിൽ പശുക്കളെ ഇങ്ങനെ അയച്ചുവിടുക. ഇവർ പ്രത്യേകിച്ച് നോക്കൊന്നും വേണ്ടല്ലോ. പിന്നെ ഹേന്ന് പറയും, പുല്ല് മേടിക്കണം. പുല്ല് മേടിച്ച് സാൾട്ട് അങ്ങനത്തെയൊക്കെ അങ്ങ് മേടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ പുല്ലൊക്കെ ഒരുമിച്ച് മേടിക്കും. അപ്പം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഈ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, എൻ്റെ നോക്കട്ടെ. അപ്പം അതിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാനന്ന് ഡ്യൂട്ടിക്കൊന്നും പോകണല്ലോ, ഡ്യൂട്ടിക്കും പോകണില്ല, വർക്കിനും പോകണില്ല. ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ എല്ലാം പഠിക്കാനൊക്കെ പോകാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്നു പശുക്കളെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പുല്ലൊക്കെ ഇട്ട് കൊടുക്കും. ഞങ്ങൾ ട്രാക്ടറും കൊണ്ട് പോയിട്ടാണ്, നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ കെട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ ട്രാക്ടറും കൊണ്ട് പോയിട്ട് പുള്ളിയും ഞാനും കൂടെ പോയിട്ട് പുല്ലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ കുറേ നാൾ അവിടെ നിന്ന് ഒരു ദിവസം എന്നെ ഡ്യൂട്ടിക്ക് ഞങ്ങൾ 3 മാസം കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പോയി. പിന്നെ ഡ്യൂട്ടിക്ക് കയറി എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ നോക്ക് ഷിഫ്റ്റാണ് അന്നേരം എടുക്കുന്നത്. നോക്ക് ഷിഫ്റ്റ് എടുക്കും, സ്വിംഗ് ഷിഫ്റ്റ് എടുക്കും. 2 ഷിഫ്റ്റ് ഞാൻ എടുക്കാറുണ്ട്. എൻ്റെ വീട് മേടിക്കണം എന്നുള്ള സ്വപ്നം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഷിഫ്റ്റ് എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 5 മണിക്ക് എന്നെ പുള്ളി വിളിക്കാൻ വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മണിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിയും രാവിലെ. അത് കഴിയുമ്പോൾ 5 മണിക്ക് വിളിക്കാൻ വന്ന് 5 മണിക്ക് വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ പോണത്. പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ പോയി കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് അന്നത്തെ എൻ്റെ ജീവിതം. ആ സമയത്ത് പുള്ളിക്ക് ജോലിയില്ല. പുള്ളിക്ക് ജോലി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ സമയമാകുമ്പോഴത്തേക്കും പുള്ളിക്ക് ക്യാൻസറിൻ്റെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇവിടെ വന്നിട്ട്. അപ്പോൾ പുള്ളീനോട് ഞാൻ പറഞ്ഞു, ഇനി ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഏർലി റിട്ടയർമെൻറ്റിന് അപേക്ഷിച്ചു. റിട്ടയർമെൻറ്റ് പൈസ കിട്ടാൻ തുടങ്ങി. പിന്നെ പെൻഷനുണ്ട് പുള്ളിക്ക്, എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ പെൻഷനുണ്ട്. ആ പൈസ കുറച്ച് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം 5 മണിക്ക് പുള്ളി എന്നെ വിളിക്കാൻ വരും. 45 മിനിറ്റ് ഡ്രൈവിംഗ് ഉണ്ട്. ഞങ്ങൾ എന്നെ വന്ന് വിളിച്ച് പോയി ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു വളവ് തിരിഞ്ഞു പോകണം ഒരു വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് ഭയങ്കര തീ കാണും. തീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ജനലിലാണ് ഞാനാണ് ഫസ്റ്റ് തീ കാണുന്നത്. ഞാൻ സൈഡ് സീറ്റിൽ ഇരിക്കുകയാണല്ലോ, പാസഞ്ചർ സീറ്റിൽ. പുള്ളി ഡ്രൈവ് ചെയ്യാണ്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നമ്മുടെ വീടല്ലേ കത്തണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒന്ന് നോക്കി. പുള്ളി പിന്നെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തതെന്ന് എനിക്കറിയില്ല. വളവ് തിരിച്ച് വീട്ടിലേക്ക് കയറ്റി ഞാൻ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നു. കാരണം അന്ന് 5 മണിക്കായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഇടാൻ പാടില്ല, അത് തെറ്റാണ്.
മക്കൾ ഉറങ്ങണതുകൊണ്ട് പുള്ളി വിളിച്ചെണിപ്പിച്ചില്ല. പുള്ളി വിചാരിച്ചു വേഗം വരണേല്ലേ, എന്നെ കൂട്ടിയിട്ട് വരണ അത്ര താമസമല്ലുള്ളൂ. അപ്പോൾ കൊച്ചുങ്ങളെ വിളിച്ചെണിപ്പിച്ചില്ല. കൊച്ചുങ്ങൾ രണ്ടാളും വീട്ടിൽ ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മോ, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ പുള്ളി അകത്തേക്ക് ഓടിക്കേറി, ഞാനും അകത്തേക്ക് ഓടിക്കേറി. അപ്പോൾ ബാബാസ് ചെറുതാണ്. ബാബാസ് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ പോലെയല്ല, ഫയർ അലാറം ഉണ്ടാകും. ഫയർ അലാറം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫയർ അലാറത്തിൻ്റെ തീ കത്ത് പിടിച്ചപ്പോൾ തന്നെ ഫയർ അലാറത്തിൻ്റെ ശബ്ദം കേട്ട് ബാബാസ് കുഞ്ഞു മോളായിരുന്നെങ്കിലും അള്ളാഹുവേ, അങ്ങനെ അവള് ജേജൂട്ടിനെ എണിപ്പിച്ച്. അന്നൊരു മഞ്ഞുകാലമാണ്. മഞ്ഞുകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നോ ടൈമാണ്. അപ്പോൾ ജേജൂട്ടിനെ വിളിച്ചെണിപ്പിച്ചിട്ട് അവർ രണ്ടാളും കൂടെ, ഞങ്ങൾക്ക് അന്ന് 3-5 വണ്ടിയുണ്ട്. പുള്ളി ഈ ജേജൂട്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ വണ്ടിപ്രാന്തനാ. അപ്പോൾ 3-5 വണ്ടിയുണ്ട്. ഭാഗ്യത്തിന് ഒരു കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ മക്കള് രണ്ടാളും കൂടെ പുറത്തിറങ്ങി കാറിൻ്റെ ഉള്ളിൽ ഇരുന്നു. ഞാൻ അകത്തേക്ക് കയറി. പൊക്ക ഇങ്ങനെ നിറഞ്ഞിട്ട് എനിക്ക് ശ്വാസം, പുള്ളിയുടെ കൈയൊക്കെ ഒരുപാട് പുള്ളി വിചാരിച്ച മക്കളകത്താണെന്നാണ്, ഞാനും വിചാരിച്ച മക്കളകത്താണെന്നാണ്. ഞങ്ങൾ രണ്ടാളും. അപ്പോഴത്തേക്ക് ഇവര് ബാബാസ് കാറിന് പുറത്തിറങ്ങി വന്നിട്ട് മോമി അങ്ങോട്ട് പോകല്ലേന്ന് പറഞ്ഞ് കരയണ. തിരിച്ചു നോക്കിയപ്പോൾ 2 മക്കളും ഞങ്ങളുടെ പുറകിൽ നിൽക്കാട്ടോ. അപ്പോഴത്തേക്ക് പുള്ളിയുടെ കൈ ഒരുപാട് പുള്ളി ബെഡ്റൂമിലേക്കല്ല ഓടിയത്. ബെഡ്റൂമൊക്കെ കത്തിക്കരിഞ്ഞു പോയായിരുന്നു. എല്ലാ സാധനവും ഞാൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ബാബാസ് വിളിച്ചപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അല്ലാഹുവേ, അൽഹംദുലില്ലാ, എൻ്റെ മക്കള് അന്ന് ബാബാസ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. അന്ന് അങ്ങനെ സംഭവിച്ചു. പിന്നെ ഫയർ ഫൈറ്ററൊക്കെ വന്നിട്ട് ഒന്ന് സേവ് ചെയ്യാനൊന്നും പറ്റില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ വീടിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പേരിലല്ലല്ലോ ഇൻഷുറൻസ്, പെങ്ങളുടെ പേരിലായിരുന്നു. പെങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടി കേട്ടോ. നമുക്കൊന്നും നമ്മുടെ വീടിന്റെ നഷ്ടം വരെ നമുക്ക് തന്നിട്ടില്ല അതിൽ. അത് പോട്ടെ, അതൊക്കെ വിട്ടോളാം, അതൊക്കെ അവര് വിഷവിട, അത് പറയണില്ല ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെഡ് ക്രോസ് എന്ന് പറഞ്ഞ്, ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഗവൺമെന്റ് ഇടപെടും. പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനത്തെ ആപത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ടു. അപ്പോൾ ഈ ഫയർ ഫൈറ്റർ വന്നു, പിന്നെ റെഡ് ക്രോസിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ റൂം എടുത്ത് തന്ന് അവർ ഞങ്ങളെ റൂമിലേക്ക് മാറ്റി. ഒരു 15 ദിവസത്തെ ചിലവ് മൊത്തം അവർ നോക്കിക്കോളൂ. അങ്ങനെ വരുമ്പോൾ, അങ്ങനത്തെ അപകടങ്ങളൊക്കെ വരുമ്പോൾ 15 ദിവസത്തെ ചെലവിനുള്ള അവർ കാർഡ് തരും. ഇന്ന് ചെലവിനുള്ള നമുക്ക് റൂമിന്റെ റെന്റ്, ഭക്ഷണത്തിന്റെ പൈസ, വസ്ത്രത്തിന്റെ എല്ലാം ഒരു കാർഡിങ് തരും. ഇത് ഇത്ര $1000 $5000 വേണ്ടി ഞാൻ തോന്നുന്നുണ്ട്. അത് അവർ തരും എല്ലാ കാര്യത്തിനും കൂടെ. അപ്പോഴത്തേക്കും നമ്മൾ വീടെടുത്ത് അന്വേഷിച്ച് മാറിക്കൊള്ളണം, അത്രേ അവർ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്കിനും ന്യൂസ് ചാനലിലൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിച്ചു, വീട് കത്തിപ്പോയതുകൊണ്ട് തന്നെ. അപ്പോഴത്തേക്കും ഞങ്ങൾ അന്നേരം കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. പിന്നെ പുള്ളിയുടെ പെൻഷൻ പൈസ, ഞങ്ങൾക്ക് അത്ര വലിയ ചിലവൊന്നുമില്ല. 1000 രൂപ റെന്റ് കൊടുക്കും, അത്ര വലിയ ചിലവൊന്നുമില്ല. അത് സിറ്റിയിലല്ലായിരുന്നു ഞങ്ങളന്നേരം കുറച്ച് കൺട്രി സൈഡിലായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ വാടകയ്ക്ക് അപ്പാർട്ട്മെന്റ് നോക്കി ഞങ്ങൾ നല്ലൊരു അപ്പാർട്ട്മെന്റ് എടുത്തു. അവിടത്തേക്ക് താമസം മാറ്റി. 2017 ഈ സംഭവം നടക്കണത്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കണത്. അങ്ങനെ റൂം എടുത്ത് ഞങ്ങൾ അപ്പാർട്ട്മെന്റ് എടുത്ത് മാറി. അപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വീട്ടിൽ ഉപകരണങ്ങൾ എല്ലാവരും ഒരുപാട് സാധനങ്ങൾ എത്തി. നമുക്ക് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് ചാനൽ പോയത് കൊണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായി. സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കേണ്ടത്, വീട്ടുപകരണങ്ങൾ മൊത്തം നമുക്ക് കിട്ടി. പിള്ളേർക്കും എനിക്കും പുള്ളിക്കുള്ള ഡ്രസ്സുകൾ ഒരുപാട് ആൾക്കാർ ഡൊണേറ്റ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് നമ്മൾ കാണാം. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടി. അതേ പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് അപ്പാർട്ട്മെന്റ് കിട്ടി. പക്ഷെ അപ്പാർട്ട്മെന്റിന് ഭയങ്കര റെന്റായിരുന്നു, $2000 ആയിരുന്നു ഒരു മാസം. അങ്ങനെ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ നിന്നു. 2017 അപ്പാർട്ട്മെന്റിലേക്ക് മാറിയിട്ട് 2019 വരെ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ റെന്റ് കൊടുക്കണതൊന്നും അല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ നമുക്ക് മുകളിലത്തെ നിലയിലായിരുന്നു കിട്ടിയത്. ഉറക്കൊന്നും നടക്കാൻ പാടില്ല. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടല്ലേ, അപ്പോൾ ഒന്ന് ഉറക്ക തുള്ളാൻ പാടില്ല. അങ്ങനത്തെ കുറേ നിയമങ്ങളുണ്ട് അമേരിക്കയിൽ.
8 മണിയാകുമ്പോഴത്തേക്കും പിന്നെ സൈലൻസ് ആയിരിക്കണം. നമ്മുടെ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയജയും ബാവാസ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൊന്നും ഉറങ്ങൂല. അവർ 1 മണി 2 മണിയൊക്കെ ആകും ഉറങ്ങാൻ. എന്നാൽ അവർ സ്കൂളിലൊന്നും പോകണില്ലല്ലോ. അപ്പം അങ്ങനെ സ്കൂളിൽ പോകണുണ്ട്. പക്ഷെ വലിയ കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഡ്യൂട്ടിയിലായിരിക്കും. ഡാഡി ചിലപ്പോൾ ഗുളിയൊക്കെ കഴിച്ച് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. മക്കൾ തുള്ളലും ചാടലും ഉറക്ക ഗെയിം കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റെൻറ്റ് മാസം 100 രൂപ $150 വെച്ച് കൂടും. അങ്ങനെ കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും വീട് നോക്കാമെന്ന് പറഞ്ഞു. വീട് നോക്കി അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾക്കൊരു ഒത്ത വീട് കിട്ടി. ഞങ്ങൾ വീട്ടിലേക്ക് മാറി. 2019 നമ്മൾ ഈ വീട്ടിലേക്ക് മാറുന്നത്. ഈ വീട്ടിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പുള്ളിക്ക് വീണ്ടും ക്യാൻസർ 4th സ്റ്റേജാന്ന് അറിഞ്ഞു. 4th സ്റ്റേജാന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ പുള്ളിക്ക് എന്നും വിഷമമായിരുന്നു. കാരണം എന്നെയും മക്കളെയും വിട്ട് പോവുക എന്ന് പറയുമ്പോൾ പുള്ളിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി, പിന്നെ എന്താ പറയുക, പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായി 36 മാസമാണ് ടൈം. ഇനി എത്ര ട്രീറ്റ്മെൻറ്റിൽ ഭാഗ്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ. കാരണം 4th സ്റ്റേജ് ആയതുകൊണ്ട് അവർക്ക് ചെയ്യുന്നതിൽ ലിമിറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെയാണ് വേറൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായി. അപ്പം അത് അപ്ലൈ കൊടുത്തു. പുള്ളിക്ക് കിട്ടി. പുള്ളി മിലിറ്ററി ആയതുകൊണ്ട് തന്നെ പുള്ളീനെ അതിനകത്ത് സെലക്ട് ചെയ്തു. 10,000 ആളെ മറ്റേ കൊടുത്തതിൽ 10,000 ആളോ 1000 ആളോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്തോ പറഞ്ഞത് 9 ആൾക്കാണ് ടോട്ടൽ കിട്ടിയത് ക്യാൻസർ പേഷ്യൻറ്റിന്. അതിലൊരാൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു. അത് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അതൊരു പരീക്ഷണമായിരുന്നു. പരീക്ഷണത്തിനാണ് ഈ 9 ആൾക്കാരെ അവർ തിരഞ്ഞെടുത്തത്. ഇത് വിജയിക്കോ ഇല്ലോ എന്നുള്ളൊരു പരീക്ഷണം. പുതിയ മെഡിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ 9 ആളെ തിരഞ്ഞെടുത്തു. അതിലൊന്ന് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. എല്ലാ 15 ദിവസം കൂടുമ്പോഴും വൈറ്റ് ബ്ലഡ്, റെഡ് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായി. ഞാൻ പോകാറില്ല. പുള്ളി തന്നെയായിരുന്നു ട്രീറ്റ്മെൻറ്റിന് പോകാറ്. ഇവിടെ അങ്ങനെ നമ്മൾ നാട്ടിലത്തെ പോലെ ഹോസ്പിറ്റലൊന്നും കൂടെ ആരും പോകുന്നില്ല. പുള്ളി തന്നെ ട്രീറ്റ്മെൻറ്റിന് പോകും. അപ്പോൾ എന്നെ വിളിക്കും, ഞാൻ ഡ്യൂട്ടിക്ക് പോകും, പിള്ളേർ സ്കൂളിലായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ടൈമിൻ്റെ കുറവ് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും കേട്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുക. ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത ബാക്കി സ്റ്റോറിയുമായിട്ട് ഞാൻ ഇനിയും വരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോറടിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വരാം. ഓക്കെ, എന്നാൽ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.